യുദ്ധകഥയന്മാർ എങ്ങനെയുണ്ട്? യുദ്ധമൊക്കെ അടിപൊളിയിൽ നടക്കണില്ലേ? മുസ്ലിമായതിൻ്റെ പേരിൽ ഞാൻ ഇറാൻ്റെ ഒപ്പാണ്. മുസ്ലിങ്ങളെ അടിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ അമേരിക്കക്കും ഇസ്രായേലിനും ഒപ്പാണ്. ഇത് നമ്മൾ ആരപ്പം നിന്നിട്ടും കാര്യമില്ല. ഈ യുദ്ധം നിന്നില്ലെങ്കിൽ, ഈ യുദ്ധം സമാധാന ചർച്ചയിൽ നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കുടുങ്ങും. ഒരു കൂലിപ്പണിക്കാരനും കുടുങ്ങും, പണിയില്ലാതെ കുടുങ്ങും. ഹെവി ബിസിനസ് നടത്തുന്ന ഒരു ബിസിനസ്സുമാനും കുടുങ്ങും. ഗ്യാസ്, പെട്രോളൊന്നും മാത്രമല്ല, എല്ലാ സംഗതിയും ഇവിടെ ലോക്കാവും. എല്ലാ സംഗതിയും ഇവിടെ ലോക്കാവും. കൃഷി സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടമാനം പെട്ടെന്നൊരു വില പൊട്ടലുണ്ടാവും. സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകാതെ ഇവിടെ നിന്ന് ഓവർ ഡോസായി അത് കേട് വന്ന് പിന്നെ സാധനം കിട്ടാനില്ലാതെ അതിനും വില കയറും. പണപ്പെരുപ്പുണ്ടാവും. രാജ്യം കുട്ടിച്ചോറാവും. ഇറാന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പം കുറേ ലോകരാജ്യങ്ങൾക്ക് കുറേ അടികൾ വന്നപ്പോൾ, ഇതുപോലെ സാമ്പത്തികമായും സാധനമില്ലായ്മയുടെയും അടികൾ വന്നപ്പോൾ ഇറാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തേ ഇപ്പം നിങ്ങൾ മധ്യസ്ഥതയ്ക്ക് വന്നത്? ഞങ്ങളുടെ പിഞ്ചോമനകൾ 130ഓളം പിഞ്ചു പൈതങ്ങൾ മരിച്ചു വീണപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞങ്ങളുടെ നേതാവിനെ കൊന്നപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഇനി ഒരു മുന്നും പിമ്പും ഇല്ലാത്ത കളിയാണ്. ഇറാനും ഇസ്രായേലും ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമാണുള്ളത്. ആനയും അണ്ണാനും. ഇസ്രായേലും അമേരിക്കയും, ലോകത്തിലെ വൻ ശക്തികളായ സാമ്രാജ്യത്യ ശക്തികളായ ഇസ്രായേലും അമേരിക്കയ്ക്കുമെതിരെ ഒരു അണ്ണാൻ കുഞ്ഞു പോലുള്ള ഒരു ഇറാനാണ് ആക്രമണം നടത്തുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. മരിക്കാൻ പേടിയില്ലാത്ത, മരിച്ചു പോയാലും ഷഹീദാണെന്ന് പറഞ്ഞ്, മരിച്ചു പോയാലും പുണ്യമാണെന്ന് കരുതുന്ന, മരിക്കാൻ പേടിയില്ലാത്തൊരു ജനതയെ നിങ്ങൾ എങ്ങനെ കൊന്നിട്ട് എങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അയാളോട് റഷ്യക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞു ഖമേനിയോട്, ആയത്തുള്ള ഖമേനിയോട്. അയാൾക്ക് ഷഹീദാനേനി പൂരി. അയാൾ അവിടെ തന്നെ നിന്ന് തൻ്റെ ജനതയുടെ മുമ്പിൽ നിന്ന് മരിച്ചു വീണ ആ പോരാളി. അതുകൊണ്ട് കുറേ മിസൈലും ബോംബും കൊടുത്തിട്ടൊന്നും കാര്യമില്ല. മരിക്കാൻ പേടില്ലാത്തവരടുത്ത് എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് കഴിച്ചിലായി കിട്ടിയാൽ എല്ലാവരും കഴിച്ചിലാവും. ഗൾഫുകളിലൊക്കെ പേടിയാണ്. ഇനിയൊരു എന്തെങ്കിലും ഒന്ന് എടുത്തിട്ടാൽ ഗൾഫുകൾ കത്തിക്കൂലെന്നാണ് പറയണേ, ഗൾഫിൻ്റെ എണ്ണപ്പാടങ്ങളെ. അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ അത് ഉണ്ണാക്ക് നിന്നിട്ടിയാൽ മതി.